ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തെക്കിടിയാണ്. ഞാനെല്ലാം ഉണ്ടാക്കുന്ന അമ്മച്ചിയാണ്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ആവശ്യമായിട്ടുള്ളൊരു ഒരു നല്ലൊരു നമ്മുടെ എത്രമാത്രം ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതിനുള്ള ആവശ്യത്തിനുള്ള ഒരു പാൻ എടുക്കുക. ഒരു എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് നമ്മൾ അരിപ്പൊടിയിട്ടാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ വാട്ടിയത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ തേങ്ങാത്തച്ചിയാണ് നമ്മളിവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊരു രസമാണ്, നമ്മുടെ ജോലിയുടെ ഭാരം അറിയത്തില്ല. അപ്പോൾ നമ്മൾ അതുപോലെ കുഴച്ച് ഉരുട്ടി ഇത് ബോൾസ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ജീരകം ഇട്ടാണ് നമ്മൾ അരച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇടും. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അത് തിളയ്ക്കുന്ന നമ്മൾ നോക്കും. തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് അതിനുള്ളിലേക്ക് ഇടും. എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് അതിന് മുകളിലേക്ക് നമ്മൾ ഒഴിക്കും. നേടിയ ഒരു ടേസ്റ്റും വേണം അതിന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. കുറച്ച് നെയ്യും കൂടി അതിന് മുകളിൽ ഒഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ താളിച്ച് ഒരു 10 മിനിറ്റോളം അത് സ്റ്റൗവിൽ വെച്ച് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി തിക്കിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കാഞ്ഞിരപ്പള്ളിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കും എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു മറ്റൊരു